ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തക്കാളിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ റെസിപ്പി നമ്മുടെ പേളിമാണി യൂട്യൂബ് ചാനലിൽ നിന്ന്, ചേച്ചിയുടെ ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ് നമ്മൾ എടുക്കേണ്ടത്. അരി നമുക്ക് നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കാം. ഫ്രണ്ട്സ്, ഇതുപോലെ തക്കാളിച്ചോറ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളിച്ചോറിനെയും കാട്ടും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അരി നമ്മൾ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം എടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ അളവ്. അപ്പം നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അളന്ന് വെള്ളം മാറ്റി വയ്ക്കാം. നമ്മൾ അളന്നെടുക്കുന്ന വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം വേറൊരു അടുപ്പിൽ. അപ്പോൾ നമ്മുടെ ഈ മസാല റെഡിയാകുമ്പോഴത്തേനും വെള്ളം തിളച്ച് വരുന്നത് കണ്ട് അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. വെള്ളം തിളച്ച് വറ്റിപ്പോവരുത്, കാരണം നമ്മുടെ അളവ് പിന്നെ തെറ്റിപ്പോകും. തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഓഫാക്കുക. എന്നിട്ട് നമുക്ക് നന്നായി മൂടി വയ്ക്കാം. 4 തക്കാളി നന്നായി അരച്ചെടുത്തതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ പുതിനയില, മിൻറ്റ് ലീവ്സ് എന്ന് പറയും, അത് നമ്മൾ 1 ബൗൾ കേട്ടോ, ഒരു ചെറിയൊരു ബൗള്. പിന്നെ 3 സബോള ചെറുതായി അരിഞ്ഞത്, ഒരു 10 അല്ലി വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 10 അല്ലി, കറിവേപ്പില കുറച്ച്, പിന്നെ നമുക്ക് ഗ്രീൻ പീസ് 1 ബൗള്. ഗ്രീൻ പീസിന് പകരം നമുക്ക് വേണമെങ്കിൽ മറ്റേ സോയാബീനും ചേർക്കാം. നമുക്ക് സോയാബീൻ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ പീസ് ചേർത്തതേ ഉള്ളൂ. അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. സ്പൈസസ് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സബോള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. സബോള നന്നായി തിന്നായിട്ട് വേണം കേട്ടോ അരിയാൻ. എൻ്റെ കുറച്ച് കട്ടി കൂടിപ്പോയി. നമുക്ക് സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആളാണ് ഈ മിൻറ്റ് ലീവ്സ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം. ഇതും കൂടി ചേർത്താലും നമുക്ക് പ്രത്യേക ഫ്ലേവർ കേട്ടോ. നിങ്ങൾക്ക് എത്ര മിൻറ്റ് ലീവ്സ് ചേർക്കാൻ പറ്റുമോ അത്രയും ഇടാം. അപ്പോൾ നമുക്ക് മിൻറ്റ് ലീവ്സും കൂടിയും സബോള നന്നായി വഴന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് അധികം നിൽക്കുന്നത് പോലെ വേണം നമ്മൾ ചേർക്കാൻ, കാരണം റൈസ് കൂടി ഇടുമ്പോൾ ബാലൻസ് ആവും. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ, മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് മല്ലിപ്പൊടി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 2.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടിയിട്ടാണ് ചേർക്കുന്നത്. തക്കാളിയാണ് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. അതായത് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. തക്കാളിയുടെ പുളിപ്പിന് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. തീ സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ്. കാരണം അത് മസാലയ്ക്കൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരി എടുത്തിടാം. അരിയൊക്കെ നന്നായി വെള്ളം വാർന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കുന്ന പോലെ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു നുള്ള നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ.
വെള്ളം നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വിസിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. നമുക്കതും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ലിമ്മിലിട്ടതായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തക്കാളിച്ചോറ് റെഡി ആയിട്ടോ. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വറുത്തിടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇടാതിരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.